ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ഡാർക്ക് ട്യൂട്ടോറിയലിലേക്ക് വെൽക്കം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ഡാറ്റ ടൈപ്പുകൾ നോക്കിയായി. അപ്പോൾ ആ ഒരു ഡാറ്റ ടൈപ്പുകളിൽ നമ്മൾ വേർ ആൻഡ് ഡൈനാമിക് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നോക്കിയിട്ടുണ്ടായി. പക്ഷേ ആ ഡാറ്റ ടൈപ്പിലേക്ക് എല്ലാ തരത്തിലുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ടൈപ്പിലുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഇൻറ്റീജർ വാല്യൂ ആയിക്കോട്ടെ, ബൂളിയൻ വാല്യൂ ആയിക്കോട്ടെ, ഡെസിമൽ വാല്യൂ ആയിക്കോട്ടെ, സ്ട്രിംഗ് വാല്യൂ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ടൈപ്പിലുള്ള വാല്യൂസ് നമുക്ക് ആ ഒരു വേറെ ഡൈനാമിക്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ടും ഏകദേശം സിമിലർ ആണ്. പക്ഷേ ഈ രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അതിനുപരി നമ്മൾ ഫൈനൽ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡൈനാമിക് ക്യാൻ ചേഞ്ച് ടൈപ്പ് ഓഫ് ദി വേരിയബിൾ. ആ വേരിയബിളിന്റെ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് ക്യാൻ ചേഞ്ച് വാല്യൂ ഓഫ് ദി വേരിയബിൾ ലേറ്റർ. അതായത് ആ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് വേറെ ഏതെങ്കിലും സെക്ഷനിലോ പാർട്ടിലോ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അതായത് ആ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എക്സാമ്പിൾ കാണിച്ചാൽ ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തു, ഒരു നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. ആ വേരിയബിളിലേക്ക് ഒരു സ്ട്രിംഗ് ടൈപ്പിലുള്ള വാല്യൂ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അസൈൻ ചെയ്യും. മിഥുൻ കെ എന്ന് കൊടുത്തു. അത് നമ്മൾ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്ത് പ്രിന്റ് ചെയ്തു റൺ കൊടുത്തു. ആണോ, മിഥുൻ ആ സ്ട്രിംഗ് വാല്യൂ ഇവിടെ വന്നു. മിഥുൻ എന്ന് പറഞ്ഞ സ്ട്രിംഗ് വാല്യൂ പ്രിന്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് സെക്ഷനിൽ, അതായത് നമുക്ക് ലേറ്റർ ഇപ്പോൾ വേറെ ഏതെങ്കിലും സെക്ഷനിൽ ഏതെങ്കിലും പാർട്ടിലൊക്കെ നമുക്ക് ഈ സെയിം വേരിയബിൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതിന്റെ വാല്യൂ ടൈപ്പും മറ്റെന്തെങ്കിലും ചിലപ്പോൾ വാല്യൂ മാറ്റേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു നെയിം എന്ന് പറഞ്ഞ ആ സെയിം വേരിയബിളിലേക്ക് നമ്മളൊരു സ്ട്രിംഗ് വാല്യൂ അസൈൻ ചെയ്തു. ഒരു 30 അസൈൻ ചെയ്തു. 30 അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണോ, സ്ട്രിംഗ് വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നത്. അപ്പൊ ഓവർറൈഡ് ചെയ്തിട്ട് ആ സ്ട്രിംഗ് വാല്യൂയിലേക്ക് ആ ഇൻറ്റിജർ ടൈപ്പിലുള്ള ഡാറ്റ അവിടെ അസൈൻ ആക്കി ഓൾഡ്. അപ്പൊ ഇതാണ് ഡൈനാമിക് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത. എക്സാമ്പിൾ കൂടി കാണിക്കുന്നതാണ്. ഇപ്പൊ നെയിം എന്ന് പറഞ്ഞ വാല്യൂബിളിലേക്ക് ഒരു ബൂളിയൻ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാം. ബൂളിയൻ വാല്യൂ അസൈൻ ചെയ്തു, റൺ കൊടുത്തു. ട്രൂ എന്ന് പറഞ്ഞ ബൂളിയൻ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തു. ഇതാണ് ഡൈനാമിക്. ഇനി അടുത്തതായിട്ട് നമുക്ക് വാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നോക്കാം. വാർ കാൺ ചേഞ്ച് ടൈപ്പ് ഓഫ് ദി വേരിയബിളിന്റെ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് ക്യാൻ ചേഞ്ച് ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ ലേറ്റർ ഇൻ ദി കോഡ്. ആ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ സ്ട്രിംഗ് ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ സ്ട്രിംഗ് ടൈപ്പ് തന്നെ നമ്മൾ അടുത്തൊരു സെക്ഷനിൽ കൊടുക്കേണ്ടി വരും. അതായത് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിലേക്ക് ഒരു നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു സ്ട്രിംഗ് ടൈപ്പിലുള്ള ഒരു വാല്യൂ സ്റ്റോർ ചെയ്യും. മിഥുൻ കെ കൊടുത്തു, അത് പ്രിന്റ് ചെയ്തു, നെയിം കൊടുത്തു, പ്രിന്റ് ചെയ്ത് നോക്കാം. മിഥുൻ കെ വന്നു, അത് സ്ട്രിംഗ് വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തു. പക്ഷേ നമ്മളിപ്പോ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നെയിമിലേക്ക് 30 കൊടുത്തു നമ്മൾ ടൈപ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് അസൈൻ ചെയ്തത്. ഇൻറ്റിജർ ടൈപ്പാണ് ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഈ നെയിമിലേക്ക് അസൈൻ ചെയ്ത് വെച്ചത്. കണ്ടോ, എ വാല്യൂ ഓഫ് ടൈപ്പ് ഇറ്റ് കാൻ ബി അസൈൻ ടു ദി വേരിയബിൾ ഓഫ് സ്ട്രിംഗ്. അതായത് ഈ ഒരു നെയിം സ്ട്രിംഗ് ടൈപ്പ് ആയി കഴിഞ്ഞു. അതായത് ഈ സ്ട്രിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് അസൈൻ ചെയ്തത്. ആ ഒരു ടൈപ്പ് ആയിരിക്കും ഈ വേറെ പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ ഉടനീളം എടുക്കുക. അതായത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് മാത്രമേ ഹോൾഡ് സ്റ്റോർ ആവൂ. അപ്പോൾ നമ്മൾ ഈ 30 സ്ട്രിംഗ് വാല്യൂ ആക്കുകയാണെങ്കിൽ, സ്ട്രിംഗ് ടൈപ്പ് ആക്കുകയാണെങ്കിൽ
കണ്ടോ, അത് ഓവർറൈഡ് ചെയ്തിട്ട് സ്ട്രിംഗ് വാല്യൂ വന്നു. അതായത് സ്ട്രിംഗ് ടൈപ്പ് ആയതുകൊണ്ടാണ് ആ നെയിമിലേക്ക് ആ ഒരു 30 അസൈൻ ആയി. വേറൊരു ടൈപ്പും എടുക്കൂല, ആ ഒരു ഡാറ്റ ടൈപ്പിലേക്ക് വേറൊരു ടൈപ്പ് എടുക്കുക. ഇതാണ് ഡൈനാമിക്കും വാറും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ്. പിന്നെ അടുത്തൊരു സെക്ഷനാണ്, അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് ഫൈനൽ. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഫൈനൽ എന്താ പറയുന്നത്, കാൺ ചേഞ്ച് ടൈപ്പ് ഓഫ് ദി വേരിയബിൾ. ആ വേരിയബിളിന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ആൻഡ് കാൺ ചേഞ്ച് ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ ലേറ്റർ. ആ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആ സെയിം വാല്യൂ തന്നെ നമ്മൾ കൊടുക്കണം. ചെയ്ത് കാണിക്കാം. ഒരു ഫൈനൽ കൊടുത്തു, ഫൈനൽ പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊടുത്തു, നെയിം കൊടുത്തു, ആ നെയിമിലേക്ക് ഒരു സ്ട്രിംഗ് ടൈപ്പ് കൊടുത്തു, ഇത് പ്രിന്റ് ചെയ്തു. സ്ട്രിംഗ് ഫംഗ്ഷൻ കൊടുത്തു, നെയിം കൊടുത്തു, നമ്മൾ റൺ ചെയ്തു. ആണോ, ഇതിന് വന്നു, ആ സ്ട്രിംഗ് ടൈപ്പ് വന്നു, ആ വേരിയബിൾ പ്രിന്റ് ചെയ്തപ്പോൾ. ഇനി ആ വേരിയബിൾ തന്നെ വേറൊരു സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതാണ് പറയുന്നത്. ഇപ്പൊ നെയിം കൊടുത്ത് നെയിമിലേക്ക് വേറെ ഏതെങ്കിലും സ്ട്രിംഗ് തന്നെ കൊടുക്കാം. MIDHUN കണ്ടോ, ഇവിടെ അടിയിൽ അണ്ടർലൈൻ എറർ കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് വേറെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വേറെ ആ വേരിയബിളിലേക്ക് നമുക്ക് വേറെ ഒന്നും അസൈൻ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, നെയിം കാണ്ട് അസൈൻ ടു ദി ഫൈനൽ വേരിയബിൾ നെയിം. ഈ നെയിം നമ്മൾ ഫൈനലായി കഴിഞ്ഞു. ഇനി വേറൊരു സ്ഥലത്ത് നമുക്ക് ആ നെയിം എന്ന വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് വൺ ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വൺ ടൈം മാത്രമേ നമുക്ക് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഫൈനൽ വാർ ഡൈനാമിക് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വാർ ഡൈനാമിക് ഫൈനൽ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ്, അതിൽ ഡാറ്റ ടൈപ്പുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഡാറ്റ ടൈപ്പിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർ ഡൈനാമിക് സിമിലർ ആയിട്ടുള്ള രണ്ട് സിമിലർ ആണ്. പക്ഷേ ഇങ്ങനെ ഒരു ഡിഫറൻസ്, ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് അതിനകത്തുണ്ട്. ഫൈനലും സിമിലർ തന്നെ ഉണ്ടോ, ഈ വാർ ഡൈനാമിക് മാത്രമേ സിമിലർ ആണ്. പക്ഷെ വേറെ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല, വേറെ ടൈപ്പിലുള്ള ഡാറ്റ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതിലിപ്പോ ബൂളിയൻ വാല്യൂ എല്ലാം പോകും. 30 ഇന്റിജർ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇന്റിജർ വാല്യൂ വന്നു. ഇത് ഡെസിമൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഡെസിമൽ വാല്യൂ വരും. എല്ലാ ടൈപ്പുള്ള വാല്യൂസും നമുക്ക് ഫൈനൽ പറഞ്ഞ ഡാറ്റ ടൈപ്പിന് യൂസ് ചെയ്യാം. ഇത് മൂന്നും ഏകദേശം സിമിലർ തന്നെയാണ്, പക്ഷെ ഇത് മൂന്നിനും ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. ഇനി കുറെ ഡാർക്കിന് കുറെ പോർഷൻസ് വരാനുണ്ട്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെൽ ബട്ടൺ